വ്യാജ പ്രചാരണം നടത്തി എന്നുള്ള പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. മുസ്ലിം ലീഗ് നൽകിയ പരാതിയിലാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിനെതിരായ ഒരു വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പരാതി നൽകുകയും അതൊരു കേസിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? ജിൽസി, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു പോസ്റ്റ് പ്രചരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, ഒരു പടം വരികയും അത് വ്യാപകമായി തന്നെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം പോലീസിൽ പരാതി നൽകിയത്. സൈബർ പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. BNS-ന്റെ ആക്ട് 192, 336 വകുപ്പുകളും, അതുപോലെ IT ആക്ടിന് 66C കേരള പോലീസ് ആക്ട് 120 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വ്യാജരേഖ ചമക്കൽ, അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, കലാപം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബാക്കി തുടർ അന്വേഷണം നടത്തിയതിനു ശേഷം ബാക്കി നടപടികളിലേക്ക് പോകുമെന്ന് മലപ്പുറം സൈബർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നലെ വൈകുന്നേരമാണ് ഇത് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏക പോസ്റ്റ്, അടുത്തിടെ ഉണ്ടാക്കിയ ഒരു FB അക്കൗണ്ടാണ്. ഈ ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് FB അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇത് പ്രാഥമികമായി പോലീസിന് മനസ്സിലാവുന്ന VPN ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരൊറ്റ ഈ ഒരു പോസ്റ്റിംഗ് ആണ്. മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുനിന്നാണ് ഈ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു വിവാദം കൂടി ഇതിൽ കണക്കുന്നതെന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള CPM സൈബർ ഹാൻഡിൽ പ്രധാനപ്പെട്ട ഒരു അഫ്സൽ പാണക്കാട് എന്ന് പറയുന്ന ഒരു FB പോസ്റ്റ് മാത്രമാണ് ഈ പോസ്റ്റിൽ ഏക ഫോളോവറായിട്ട് ഉണ്ടായിരുന്നത്. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ സൈബർ വാർ കൂടി നടക്കുന്നുണ്ട്. അതായത് അഫ്സൽ പാണക്കാടാണ് ഈ സൈബർ പോസ്റ്റിന് പിന്നിലെന്ന രീതിയിൽ വ്യാപകമായി തന്നെ ലീഗ് പ്രൊഫൈലുകൾ അയാൾക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നു. അഫ്സൽ പാണക്കാട് വ്യക്തിപരമായി തന്നെ അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളാണ് താൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണെന്ന് അറിയാതെ ഒരുപക്ഷെ ഫോളോ ചെയ്തായിരിക്കും. താൻ എന്തായാലും വ്യക്തിപരമായി തന്നെ ഒരു ആക്രമണത്തിന് പിന്നിലില്ല, സാദിഖ് തങ്ങൾക്കെതിരായ വ്യാജ ആരോപണങ്ങൾക്കും പ്രചരണങ്ങൾക്കും പിന്നിലില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് അഫ്സൽ പാണക്കാടും നിലപാടുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ മുസ്ലിം ലീഗ് നേതാക്കളും മാത്രമല്ല UDF നേതാക്കളും പൊതുവായ ആൾക്കാരൊക്കെ തന്നെ ഈ സൈബർ സാദിഖ് അലി തങ്ങൾക്കെതിരെ പ്രചരണത്തിന് രംഗത്തുണ്ട്. KT ജലീലും ഇപ്പോൾ ഇത്തരം പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു പോസ്റ്റ് വരുന്നു, അതിന് പിന്നാലെ പരാതി വരുന്നു, അത് കേസെടുക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ സാദിഖ് അലി തങ്ങളെ തേജോവധം ചെയ്യാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് ലീഗും UDF-ഉം കരുതുന്നത്. സ്വാഭാവികമായും വളരെ കർശനമായി, പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് സാദിഖ് അലി തങ്ങൾക്കെതിരെ ആരോപണം നടത്തുന്നത് തന്നെ വളരെ ഗൗരവമായി തന്നെ, അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ തന്നെ ഇതിനെതിരായ നടപടികളിലേക്ക് ലീഗ് കടന്നു. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ശക്തമായ പ്രചരണങ്ങൾ അവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ അഫ്സൽ പാണക്കാട് ഫോളോവർ ആയത് സ്വാഭാവികമായിട്ടും അയാളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ തുടർ അന്വേഷണത്തിലാണ് ഇത് ആരാണ് സൃഷ്ടിച്ചതെന്നോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എന്തായാലും പൊതുവേ തന്നെ ഒരു വ്യാജമായ ചിത്രം അത് വിവരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ഫേക്ക് അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനമാണ് പോലീസ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്.